അഗളിയിൽ കാട്ടാന കൊലപ്പെടുത്തിയ ആദിവാസി പീലാണ്ടിയുടെ കൃഷിഭൂമിക്ക് മറ്റൊരാൾ പട്ടയമുണ്ടാക്കിയതായി പരാതി. അഗളി വില്ലേജിൽ മൂച്ചിക്കടവ് തോട്ടാപുരയിൽ താമസിക്കുന്ന പരേതനായ പീലാണ്ടിയുടെ ഭാര്യ മുരുകി, മക്കളായ പാപ്പ, രംഗി, കാളി, മുരുകൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരമ്പരാഗതമായി ഇവർ താമസിച്ച് കൃഷി ചെയ്തിരുന്ന 8 ഏക്കർ ഭൂമിയാണ് അന്യാധീനപ്പെട്ടത്. 10 വർഷം മുൻപ് ഇവരുടെ അച്ഛൻ പീലാണ്ടിയെ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടാന ഈ സ്ഥലത്തുവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. പീലാണ്ടി ഉൾപ്പെടെ 6 പേരെ കൊന്ന കാട്ടാനയെ വനംവകുപ്പ് മയക്കുവെടിവെച്ച് പിടികൂടി കൊണ്ടുപോയിരുന്നു. പീലാണ്ടിയെ കൊന്ന ആനയും പിന്നീട് അതേ പേരിലാണ് അറിയപ്പെട്ടത്. ഭർത്താവ് കൊല്ലപ്പെട്ട ശേഷവും സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നുവെങ്കിലും വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ മക്കളോടൊത്ത് ഊരിലേക്ക് താമസം മാറ്റിയതായി മുരുകി പറഞ്ഞു. ഏതാനും മാസം മുൻപ് മക്കൾ കൃഷിഭൂമിയിൽ കാടുവെട്ടിത്തെളിക്കാനെത്തിയപ്പോൾ അടയാളക്കല്ലുകൾ നാട്ടിയതായി കണ്ടു. അന്വേഷണത്തിൽ ഈ സ്ഥലത്തിന് മറ്റൊരാൾ പട്ടയം നേടിയതായി അറിഞ്ഞു. ഉടമകളെന്ന് അവകാശപ്പെട്ട ചിലർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. നിക്ഷിപ്ത വനഭൂമിയിൽപ്പെട്ട പരമ്പരാഗത വനമാണിതെന്നും സംരക്ഷിച്ചു കിട്ടണമെന്നുമാണ് മുരുകിയുടെയും മക്കളുടെയും ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.